ഇച്ചിരി കഷ്ടമെന്ന് വെച്ചത് എവിടെ പോണെങ്കിൽ തന്നെ അതിന്റെ സമയം പറഞ്ഞു സാധനം അറിയുന്നു. ആഹാ പെട്രോള് തീർന്നേക്കണാ. എന്താ ദൈവമേ, പണി വന്നിട്ടേണ്ട. മണ്ടു മണ്ടു എടോ, ഇതെന്താണ് എന്നെ കാണുമ്പോ മാറി കിടക്കണ? എന്താണ്? ഞാൻ മാറി നടന്നില്ലല്ലോ. ഞാനവിടെ ഇരിപ്പുണ്ടായി. ഇവിടെ അല്ലേ, ഞാൻ അങ്ങോട്ട് നോക്കിയാണല്ലോ നടന്ന, അതുകൊണ്ട് കാണണം. അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം കാണണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല. അല്ല, അത് ഇപ്പൊ പറയാൻ പറ്റൂല, എനിക്ക് ആലോചിക്കണം. ഇത്ര ആലോചിക്കാൻ എന്താണ്? ഞാൻ അങ്ങനെ അലമ്പായിട്ട് കിടക്കണ ആളൊന്നുമില്ല. അല്ല, അത് ചെറിയ കാര്യമില്ലല്ലോ, വലിയ കാര്യമില്ല. അപ്പൊ കുറച്ച് സമയം വേണ്ടി വരും. എത്ര ദിവസം വേണ്ടി വരും? ഒരു 10-12 ദിവസം. അയ്യോ, 2 ദിവസം കൊണ്ട് പറയാമോ? പറ്റൂല, പോട്ടെ. പറയട്ടെ, ഒരു 3 ദിവസം കൊണ്ട് പറയാൻ പറ്റും. പറ്റൂല, പോട്ടെ. നിക്കുന്നു, പറയട്ടെ. വളരെ സീരിയസ് ആയിട്ടാണോ? എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൂല. ഞാനങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കണമെന്നല്ല കേട്ടാ. എനിക്ക് നല്ല വർക്കൊക്കെ ഉണ്ട്. എന്ത് വർക്ക്? ഞാൻ കാർപ്പൻ്ററാണ്. എന്തെന്ന്? എനിക്ക് ആശുപത്രിപ്പണിയാണ്, മരപ്പണിയാണ്. പട്ടിണി എടുക്കൂല. ഞാനപ്പോ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പിന്നെ പറയാ. അപ്പൊ ഞാൻ പോണേന്ന്. അല്ലാതെ എന്താന്നറിയോ, ഞാനേ അനെന്തീനൊന്ന് പറയടൂ. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോ ഒന്നും പറയാനില്ലെന്ന്. ഞാനിതൊരു സീനാക്കാനൊന്നും വേണ്ടിയല്ലാന്ന്. എന്ത് കഷ്ടാണ് എന്റെ അടുത്ത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ സുമേഷ് ഏട്ടാ, ഒരു കന്നാസ് കിട്ടോ? പെട്രോൾ മേടിക്കാനാണ്. എന്താണ്? അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ, കൊല്ലാൻ വരുന്നേ. അയ്യോ, കൊല്ലാൻ വരുന്നേ. എന്താണ് ആ കുട്ടി ഓടിയത്? എനിക്കറിയാൻ പാടില്ല. നാളെ ചോദിക്കാം. അത് കന്നാസ് ഉണ്ടാ? അത് ഇയാള് വന്ന കന്നാസാ? മറന്നു വെച്ചു സുമേഷ് ഏട്ടാ. ഒരെണ്ണം എടുക്കുന്നത് വണ്ടി വഴിയിലേക്കാണ് പെട്രോൾ കഴിഞ്ഞിട്ട്. നിനക്കപ്പോ ഇത് തന്നെ പണി? ഞാൻ കൊണ്ടുവന്നേരാ. അത് എപ്പാ കൊണ്ടുവന്നേരാ? ഞാൻ തരാം. എടുക്ക്, ഒരെണ്ണം കൊടുക്കും. വേറെ എടുക്ക്. ഇല്ല, തരാന്ന്. ഞാൻ ഇവിടെ എന്തോരം സാധനം മേടിച്ചോണ്ടിരുന്നാണ്. ഒരു കന്നാസനാണ് ഇപ്പൊ. കൊണ്ടാ ഓടി എന്താന്ന് മനസ്സിലാണല്ലോ. ആ കൊച്ച് ഇത്ര സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ കിടക്കണ കടത്ത കണ്ട. നീ എന്താടാ അതിന്റെ കരച്ചിൽ അനന്തശൈനം കിടന്നിട്ട് കണ്ടോണ്ടിരിക്കണ? ഞാൻ എന്ത് ചെയ്യാനാണ് അച്ഛാ? അത് കൊള്ളാം. എടാ, നീ നിന്റെ 4 കൂട്ടുകാരും വിളിച്ചിട്ട് അവരോട് ചെന്ന് ചോദിക്കടാ. ഇവളുടെ പണി എന്താണെന്ന് അച്ഛൻ അറിയാമോ? വഴിയിൽ നിൽക്കണ ചെറുപ്പക്കാരോട് ചിരിച്ചു കാണിക്കും. ഞാൻ ആരും ചിരിച്ചു കാണിച്ചൊന്നല്ല, അയാളുടെ പുറകെ വന്നേ. അച്ഛന് പ്രാന്താണ്, അവളുടെ പുറകെ വന്നെന്നാ. നാട്ടിൽ പെണ്ണ് തീർന്നിരിക്കാനല്ല, ഇവളുടെ പുറകെ നടന്നിട്ട് ഇഷ്ടമാണെന്ന് പറയാം. എടാ, നീ ഈ കുടുംബത്ത് പറഞ്ഞു തന്നെയാണോ? എടാ, കൊച്ചു പറയണമെന്നൊന്ന് കാര്യമായിട്ട് എടുക്കണ. നീ എന്ത് കാര്യമായിട്ട് എടുക്കാനാണ്? ഇവിടെ നിന്ന് ഒരുപാട് പെണ്ണുങ്ങൾ വേറെ പോകണ്ടല്ല, അവരോട് ആരും പറയാനല്ലോ ഇതൊന്നും. എടാ, അവൻ ഇവളുടെ പിറകെ വന്ന് പ്രേമ അഭ്യർത്ഥന നടത്തിയപ്പോഴേ ഇവള് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അവൻ പെട്രോൾ മേടിക്കാൻ പോയത് നീ അറിഞ്ഞാ? എന്റെ അച്ഛൻ അത് ഓർത്ത് പേടിക്കണ്ട. ഇത്രയും വില കൊടുത്ത് പെട്രോൾ മേടിച്ചിട്ട് ഇവളെ ഒന്നും കത്തിക്കേണ്ട കാര്യം ഇവിടെ ഒരാക്കൂല. എടാ, നീ പത്രമൊന്നും വായിക്കണില്ലേ? നാട്ടിൽ മുഴുവനും പ്രേമാഭ്യർത്ഥനയായിട്ട് നടക്കുമ്പോ സമ്മതിച്ചില്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തിയിട്ട് പെട്രോൾ ഒഴിച്ചല്ലേ കൊല്ലണത്. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലാ? എനിക്ക് പെണ്ണായിട്ട് ഒന്നേ ഉള്ളൂ. നീ ഇനി പോകണ്ട ഇവിടെ നിന്നോ. ഞാൻ പോകൂല, അല്ലെങ്കിലും ഞാൻ ഒരു സ്ഥലത്ത് ഇനി പോകൂല. എന്നിട്ട് അവള് പണിക്ക് പോയിരുന്നിട്ട് ഇവിടെ കുടുംബത്ത് പട്ടിണിയാകാൻ. അച്ഛൻ പോവോ പണിക്ക്? എടാ, മീശ മുളച്ച ആളുകളെ നീ നിനക്ക് പണിക്ക് പോയിക്കൂടെ? അതിന് എനിക്ക് പ്രാപ്തിയായ പെങ്ങള് തെണ്ടിച്ചോണ്ടിട്ട് തിന്നാൻ വേണ്ടി ഇരിക്കണവരാണ്. അയ്യോ, കണ്ണീ കണ്ടോര് ഇഷ്ടമെന്ന് പറഞ്ഞു എന്റെ മക്കിട്ടാണ് കേറണ. എടാ, പാരിജാത, നീ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കടാ. നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ചെന്നിട്ട് അവരോട് ചോദിക്കടാ. അച്ഛ, അവരോടൊക്കെ പറയാൻ പറ്റിയ കേസാണ് ഇത്. ആണോവില്ല മനുഷ്യന്റെ പെങ്ങടെ പുറകെ ഒരുത്തൻ നടക്കുന്നു പറഞ്ഞിട്ട് അവനെ കൊല്ലാനാ ചോദിക്കാൻ? മാണാവില്ലെന്ന്. എടാ, കഴിഞ്ഞ ആഴ്ച നീ ചീട്ട് കളിച്ചിട്ട് പോലീസ് പിടിച്ചപ്പോ ഈ പിള്ളേരുടെ വന്ന് നിന്നെ അടിച്ചത്. അതിന്റെ ഒരു അന്തസ്സുണ്ട്. ചെറുപ്പക്കാരാണ് ചീട്ട് കളിക്കും.
അതുപോലെ പറയാൻ പറ്റിയ കേസാണ് ഇത്. എന്ത് സ്വന്തം പെങ്ങളെ കളിയാക്കണ ഒരുത്തനെ ചോദ്യം ചെയ്യണത് നല്ല കാര്യമല്ല. അച്ഛൻ കണ്ണി കണ്ട ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ പണി എന്താന്ന് അച്ഛൻ അറിയാമോ? കിട്ടണ കാശിന് മുഴുവൻ കണ്ണി കണ്ട ക്രീം മേടിച്ച് മുഖത്ത് വെട്ടും. എന്നിട്ട് വെള്ളക്കരങ്ങനെ പോലെ ഇങ്ങനെ ചിരിച്ചു കിടന്ന ആളുകളൊന്ന് ചോദിക്കും, എടാ നീ ഏത് സമയത്ത് എന്റെ കൊച്ചിനെ ഞാൻ കുറ്റം പറയണത്? കുടുംബത്തിന് ആന്തരി ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്ങളെ ചോദിക്കാനുണ്ടെങ്കിൽ ഇവളുടെ നിലയും എന്താണ്? ആ പിന്നെ കണ്ണി കണ്ട കഞ്ചാവിന്റെ ഒക്കെ തല്ലുകൊള്ളാനല്ലേ ഞാൻ ഇത്ര ആയത്. ആ നീ ഇവിടെ അടച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ മറ്റേ ഫോൺ എടുത്തിട്ടേ ഇങ്ങനെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവള് ഇവിടെ ഉണ്ടെന്ന് കാണിക്കും. എന്നിട്ട് വേണം പെട്രോൾ കൊണ്ടുവന്ന് ഈ പെര മുഴുവൻ കത്തിക്കാൻ. എടാ അവളെ ചാവുള്ളൂ. നീ ഒരു ആണായിട്ട് ഇവിടെ ഇരിക്കുമ്പോ പെട്രോൾ ഒന്ന് കത്തിക്കുകയാണെങ്കിൽ ആദ്യം നിന്നെ കൊല്ലണം. ഞാൻ എന്നെ പെണ്ണാക്ക്. ഞാൻ ആണായതാണ് ഇപ്പൊ കുഴപ്പം. വേണ്ടടാ, നിങ്ങൾ ആരും ചെയ്യണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് പെണ്ണായിട്ട് ഒന്നേ ഉള്ളൂ. ഞാൻ ചെന്ന് ചോദിക്കാൻ മാത്രല്ല, വേണ്ടി വന്ന അവനെ കൊല്ലും ഞാൻ. ആ അന്ന് അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഇനി അച്ഛൻ പോകണ്ട, അച്ഛൻ ഇവിടെ ഇരി. അച്ഛൻ ഇവിടെ ഇരി. അച്ഛൻ പോണതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എന്തായാലും അവന്റെ കൈ കൊണ്ട് ചാവും. ചാവൊന്നുമില്ല, ഞാൻ അവനെ കൊന്നിട്ട് വരും. ഞാൻ കൊന്നാലും കൊന്നില്ലെങ്കിൽ ഈ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നോക്കിയിട്ട് അച്ഛൻ ചോദിക്കാൻ പോയിക്കും. നീ അവനൊക്കെ വലുതാണല്ലോ, സ്വന്തം ചേട്ടന്റെ കയ്യോങ്ങ. അങ്ങനെയാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചേക്കണത്? അതെ, അവനോട് ചോദിക്കാൻ അവന്റെ അച്ഛണ്ട്, ഞാൻ ചോദിക്കും. ഇവൻ വേണ്ട ഇവിടെ. ഒരു മകനില്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ ചെല്ലാം. ഇവൻ എന്തിനാ നിന്നെ കൊണ്ടിട്ട് കാണിച്ചു പറയാ. എന്താണ് അവന്റെ പേര്? ശീതൾ. വീടാ? വീട് എവിടെയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്ത് പണിയാണ് അവന്? മരപ്പണി. ആ മരപ്പട്ടി ഒറ്റക്കാരനോട് ഞാൻ കിടന്ന് തല്ലുകൊള്ളണം. കാര്യമില്ല, ഞാൻ തരേണ്ടതായിരുന്നു രണ്ടെണ്ണം. ആ ചില്ലിനാരെ വന്ന് അടിച്ചിക്കണല്ലോ. കണ്ട കംപ്ലീറ്റ് പറഞ്ഞ മുഖമൊക്കെ മൂടിയിട്ട് വരണട്ടോ. ആ വെറുതെ അല്ല മുട്ടിയത്. കണ്ണൊക്കെ കാണുന്നുണ്ടേക്കും. ആ അതെ, ആ ചില്ലുമ്മന് മുട്ടിയിട്ട് എന്തെങ്കിലും പറ്റിയോ? പറ്റിയോന്നാ മുയച്ചു കണ്ടില്ല. ഇതാ മുട്ടിയുണ്ടോ? എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നും പറ്റില്ല. എല്ലാവർക്കും പറ്റലുണ്ടോടെ ഇടക്കിടക്ക്? ഇല്ല, ഒന്നും പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ഒരാളെ വല്ലു പനി മുട്ടിയിട്ട്. എന്താ വേണ്ടി? ഫേസ് വാഷ് ഉണ്ട്. ഓ ഫേസ് വാഷ് ഉണ്ട്. ഫേസ് വാഷ് എടുത്തോളൂ. നല്ല സാധനം. ഇത് പറ്റിയോ? ചേട്ടാ സ്ക്രബ് ഉള്ളത് വേണേ. ഓ സ്ക്രബിളാ വേണ്ടേ? സ്ക്രബിൾ എടുത്തോളൂ. മനസ്സിലാവുന്നുണ്ടല്ലേ? സ്ക്രബിൾ എടുത്തോളൂ. ഇത് സ്ക്രബിളാ. ആ അവനെയോ? ആ ഇത് മതി. ഇനി എന്താ വേണ്ടി? എനിക്കൊരു കമ്മല് വേണം. കമ്മലോ? ലൂസിഫറിന്റെ ആയാലോ? എന്തിന്റെ? ലൂസിഫറിന്റെ കമ്മൽ. ലൂസിഫറിന്റെ കമ്മല്. ലൂസിഫറിന്റെ കമ്മൽ കൊടുത്തരും. അതെ, ഇതാ ഇത് ലൂസിഫറിന്റെ കമ്മലാ. കോളേജ് പെൺകുട്ടികൾ മുഴുവൻ ഇപ്പൊ കൊണ്ടുപോണേ. മോഹൻലാലിന്റെ ആരാധികമാരെ. അല്ല, നിങ്ങളിപ്പോ ഇതൊക്കെ വാങ്ങിട്ട് എവിടെ ഇടുക? എന്താ നിങ്ങളെ പേര്? കിങ്ങിണി. കിങ്ങിണിയോ? ബാപ്പന്റെ പേരെന്താ? ഉണ്ണികൃഷ്ണൻ. ഈ ഉണ്ണികൃഷ്ണൻ എന്താ പണി? അച്ഛന് ലോഡിംഗ് ആണ്. പഠിച്ചോനെ, പുതിയ അടുത്ത് ഉണ്ണികൃഷ്ണന്റെ മോള് കിങ്ങിണിയായി. ഇത് മാറ്റ് മാറ്റ്. പഠിച്ച റബ്ബേ, അനക്കിതെന്ത് പറ്റി? മതം മാറിയ മോളെ? ഇല്ല. പിന്നെ എന്തിനാ ഈ കോലത്തിൽ നടക്കണേ? പേടിച്ചിട്ടാ പോയത്. ലൂസിഫറിന്റെ കമ്മൽ മണിക്കാൻ വരുമ്പോ പേടിയാ. എന്തിനാ ഈ പെൻഷനൊക്കെ വരുമ്പോ ഈ പേടിക്കണ? ഇവിടെ ഇടക്കിടക്ക് വരുന്ന കുട്ടിയല്ലേ? അതല്ല,
ആ കലിങ്കിന്റെ അവിടെ ഇരിക്കുന്ന സുഭാഷ് ഇല്ലേ, അവൻ എന്റെ പുറകെ നടന്ന് വല്ലാത്ത ശല്യം ചെയ്യല. ഓനെന്താ പറഞ്ഞ എന്നോട്? അവൻ കല്യാണം കഴിക്കണം എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പുറകെ നടപ്പാ എന്റെ. നിജം തെരഞ്ഞ് ഞാൻ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ എന്നാലും എനിക്കൊരു പേടി. ഇപ്പൊ നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണുന്നതല്ലേ, ഇഷ്ടമല്ലാന്ന് പറഞ്ഞോണ്ടേ വെട്ടിക്കൊല്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കാം. ഇന്നലെ മിഞ്ഞാന്ന് പേപ്പറിൽ നമ്മൾ വായിച്ചില്ലേ ഒരു പോലീസുകാരീനെ. എന്തപ്പം നാടിന്റെ ഒരു വല്ലാത്തൊരവസ്ഥ മതി. ഇതിനിടക്ക് ഒരു പത്രത്തിലുണ്ടായിരുന്നു, തെരുവിൽ കഴിയുന്ന ഒരു പെണ്ണ് കുറെ കാലം ആണിന്റെ വേഷം കെട്ടി ജീവിച്ച്. അത് പേടി, പെണ്ണായിട്ട് നടക്കാൻ പേടി, അതുകൊണ്ട് ആണായിട്ട് നടന്നു. എന്തപ്പം നമ്മളെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ വേഷം മാറി എത്ര കാലം നമ്മൾ നടക്കുക? ഇത് പേരെ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് നല്ല കൂത്ത. എന്റെ വീട്ടിൽ പറയാഞ്ഞേ പേടിയോ മൊയ്തുക്ക എന്തെങ്കിലും. അത് കുറച്ച് കാര്യമില്ല. അച്ഛനോടും അമ്മേനോടൊക്കെ വിവരം പറയണ്ടേ? എനിക്ക് പേടിയാണ്, ഞാൻ വന്നിട്ട് പറയാന്നാല്. ഇങ്ങനെ പറന്നിട്ട് നടന്നോണ്ടൊന്നും ഒരു കാര്യമില്ലേക്ക്. ഇങ്ങനെ പറന്നിട്ട് നടന്നോണ്ട് പോകാൻ എന്നെ തിരിച്ചറിയാണ്ടിക്കോ? അന്റെ നടത്തം കണ്ടവന് മനസ്സിലാവില്ലേ? പിന്നെ ഈ പർദ്ദന്റെ മേലൊക്കെ പെട്രോൾ വെച്ച് തീ കൊടുത്താണ്ടല്ലോ കത്തിപ്പോവും. ഇതിനൊക്കെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോ ഒരു ഓയിൽമെന്റ് ഇറങ്ങിയിരിക്കണപ്പോ. ഇത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വിദേശ രാജ്യത്ത് നിന്ന് ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കയറ്റിയേക്കുന്നുണ്ട്. ആ ടൈപ്പിൽ പെട്ട ഒരു ഓയിൽമെന്റാ. ഈ ഓയിൽമെന്റ് തേച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാല് പിന്നെ ഒരു പൊള്ളലും നമ്മൾ കേൾക്കൂല. ഈ പെട്രോൾ ഒഴിച്ചവനും പെട്രോളും മൊയിന്റായിപ്പോ. അപ്പൊ കത്തിയെടുത്ത് കുത്തിയാൽ ആടനെ സ്പോട്ടിൽ തീരും. അയ്യോ, അപ്പൊ അത് വേണ്ട. വേറെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാ? വേറെ പിന്നെ ഒരു ജാക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അതും നല്ല പ്രൊട്ടക്ഷനാ. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര കംഫർട്ട്. കത്തിയൊന്നും കുത്തിയാ കത്തിയൊന്നും കയറൂല ഉള്ളിലേക്ക്. അമ്മാരി ജാക്കറ്റാ. കത്തി പൊട്ടിപ്പോവും. അപ്പൊ തീയിട്ട് കത്തിച്ചാലോ? ആടെന്നെ തീരും, പുകയെ പോവും. അതല്ലാതെ ഇപ്പൊ വേറെന്താ വഴിയുള്ള? വേറെ ഇനിയിപ്പോ അവസാന കൈ എന്ന് പറഞ്ഞ വേറൊരു സാധനം ഉണ്ട്, അത് കൊടുക്കാം. അത് എടുക്കും. ഇപ്പത്തെ പെൺകുട്ടികൾ മുഴുവൻ കൊണ്ടുവന്ന ഒരു സംഭവം. ഇതൊരു തരം സ്പ്രേ ആണ്. പെപ്പർ സ്പ്രേ എന്നാണ് ഇതിന്റെ പേര്. അത് അടിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത് ഇങ്ങനത്തെ ഒരു അപകടഘട്ടം വന്നാല് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നത് കണ്ടാല് ഈ മൂടിയോണ്ട് അയക്കുക, രണ്ടടി അടിച്ചു കഴിഞ്ഞാല് പിന്നെ ഓന്റെ അധോഗതിയാ. ഓണ്ടല്ലോ ശ്വാസം മുട്ടിയിട്ട് കുരച്ചിട്ട് അവിടെ കിടന്ന് വീഴും, മയ്യത്തായി പോകും ചിലപ്പോ. ഇതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? എനിക്ക് എന്ത് പ്രശ്നം? വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇത് സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. നമ്മുടെ നാടിനെ ഇപ്പോ വളരെ ഭീകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പകർച്ചവ്യാധി എന്ന് തന്നെ പറയാം ഈ പ്രേമനൈരാശ്യ കൊല. അത് നമ്മുടെ നാട്ടിൽ വന്ന നിപ്പ വൈറസിനേക്കാളും ഭീകരമാണ്. അപ്പോ പെൺകുട്ടികൾ കുറച്ചുകൂടെ ജാഗരൂകരാകണം. സാറേ, ഇനി എങ്ങനെ ജാഗ്രത പാലിക്കാനാ? ഇപ്പൊ ഉണ്ണീഷന്റെ മോള് കിങ്ങിണി മോള് ഇരിക്കുന്നു. ഇക്കണ്ട ഈ പൂവാലന്മാരെ പേടിച്ചിട്ട് ആ കുട്ടി വാർത്തിട്ടാ നടക്കണം. ഇതിന് മേലെ എങ്ങനെയാണ് ജാഗ്രത പാലിക്കുക? ഹലോ ചേട്ടന്മാരെ, അലമ്പല്ലേ, കാര്യങ്ങൾ പറയട്ടെ. ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ തോക്കിക്കയറി വെടിവെക്കരുത്. അപ്പൊ പറയട്ടെ, ആധികാരികമായി നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ സത്യശീലൻ സാറുണ്ട്. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ അതിനുവേണ്ടി സാറ് മൈക്കിന് കൈമാറുകയാണ്. അല്ല, മൈക്ക് സാറിന് കൈമാറുകയാണ്. എന്താ സംശയിച്ചാലൊക്കെ സാറിനോട് ചോദിച്ചു മനസ്സിലായിക്കോ. അല്ല ചോദിച്ചു ചേട്ടാ, അലമ്പല്ലേ. പ്രിയമുള്ള സഹോദരിമാരെ, രക്ഷിതാക്കളെ, വളരെ അനിവാര്യമായ ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഈ അടുത്ത കാലങ്ങളിലായി ആൺകുട്ടികളിൽ നിന്ന്, അതായത് യുവാക്കളിൽ നിന്നൊക്കെ പെൺകുട്ടികൾക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, അത് കൊലപാതകമായിട്ടും അവര് മുറിവേൽക്കുന്ന കാര്യമായാലും ഒക്കെ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടികളിൽ ഭൂരിഭാഗവും നിരപരാധികളാണ് എന്നുള്ളതാണ് വസ്തുത. ബോധവൽക്കരണം നടക്കേണ്ടത് പെൺകുട്ടികളിലല്ല, മറിച്ച് പെൺകുട്ടികളെ കൊല്ലാൻ വേണ്ടി കയ്യിൽ പെട്രോളും കത്തിയുമായിട്ട് നടക്കുന്ന യുവാക്കളിലാണ്, ആൺകുട്ടികളിലാണ്, അവരുടെ രക്ഷിതാക്കളിലാണ്. മണ്ടോ നീക്കി ബാപ്പുക. ഈ കൊല്ലാൻ നടക്കുന്ന ആൺകുട്ടികൾക്കാണ് ബോധവൽക്കരണം. പിന്നെ നമ്മളെന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ ഈ ആൺകുട്ടികൾക്ക് യുവാക്കളെയൊക്കെ വേണ്ടിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മൾ വിളിച്ചിരുന്നു. ഒരുത്തനും വന്നില്ല. അത് വരില്ലല്ലോ.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സത്യത്തിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുക അല്ലെങ്കിൽ തിരിച്ചു തോന്നുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അത് നൈസർഗികമായിട്ട് സംഭവിക്കുന്നതാണ്, സംഭവിക്കേണ്ടതാണ്. അതൊരു തെറ്റൊന്നുമല്ല. സാർ ഒരു നിമിഷം, ഇത് പറഞ്ഞപ്പോ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു അനുഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ 5 കിടക്കാച്ചി പെൺപിള്ളേരുമായിട്ട് പ്രേമാഭ്യർത്ഥന നടത്തി. പക്ഷെ ആരും സ്വീകരിച്ചില്ല, 5 ചീറ്റിപ്പോയി. പിന്നെ അങ്ങനെ 6ാമത് ഒരാളെ കൂടെ കണ്ടെത്തി എൻ്റെ അഭ്യർത്ഥന നടത്തി. പക്ഷെ അത് എൻ്റെ വീട്ടുകാരറിഞ്ഞു. അപ്പൊ തന്നെ എന്നെ പിടിച്ച് കെട്ടിച്ചു. അത് നന്നായി. ഞാനും ഇതേപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് എനിക്ക് നല്ല കടുത്ത പ്രണയം ഉണ്ടായിരുന്നു. അപ്പോ എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിക്ക് വേറെ 3 പേരോട് പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മന്മഥന്റെ പ്രണയം നിരസിച്ച 5 പെൺകുട്ടികൾ, 6 പേര് 6 പെൺകുട്ടികളെ മന്മഥൻ കൊന്നില്ല. എന്നെ വഞ്ചിച്ച് വേറെ 3 പേരെ പ്രണയിച്ച ആ പെൺകുട്ടിയെ ഞാനും കൊന്നില്ല. എന്നാൽ ഇവിടെ ചില യുവാക്കൾ പ്രേമാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടികളെ വളരെ ക്രൂരമായി, മൃഗീയമായി കൊലപ്പെടുത്തുന്നു. ഇതെന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് ചെല്ലുമ്പോൾ ഈ കുട്ടി വളർന്നു വന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. അതായത് ഇയാളുടെ കുടുംബ പശ്ചാത്തലം, നാട്ടുകാരിൽ നിന്നുള്ള എതിർപ്പുകൾ, അയൽപക്കക്കാരിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്നൊക്കെയുള്ള അവഹേളനങ്ങൾ, ഇതെല്ലാം കേട്ടാണ് ഈ കുട്ടി വളരുന്നത്. ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും വെറുപ്പും എല്ലാം കേട്ട് അത് ഇവന്റെ മനസ്സിൽ അങ്ങനെ അടിഞ്ഞ് അത് കോംപ്ലക്സ് ആയി പകയായിട്ട് പരിണമിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ല, ഈ കോംപ്ലക്സ് ആയിട്ട് വരുന്നത്, ഈ പകയായിട്ട് വരുന്ന ആൾക്കാരാണോ നമ്മുടെ കുട്ടീനെ പ്രേമാഭ്യർത്ഥനയായിട്ട് വരുന്നത് നമുക്കറിയില്ലോ. അവർ വന്ന് പ്രേമാഭ്യർത്ഥന നടത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് പറ്റില്ല എന്നാണ് പറഞ്ഞാൽ ഈ മാനസിക രോഗികൾ വന്ന് കത്തിയെടുത്താണ്ട് അല്ല, പറഞ്ഞത് വളരെ കാര്യഗൗരവമായ കാര്യമാണ്, പറഞ്ഞോളൂ. അല്ല സാറേ, അങ്ങനത്തെ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് ഈ ചർച്ചയിൽ വരുന്നത്. അതെ നമുക്ക് പറയാം വഴിയുണ്ട്. ഇപ്പോ ആൺകുട്ടികൾക്ക് 6ഓ 7ഓ വയസ്സായി തുടങ്ങുമ്പോഴേ നമ്മൾ അവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് തുടങ്ങണം. അനാവശ്യമായിട്ടുള്ള കലി, വെറുപ്പ്, പക ഇപ്പൊ സാധാരണ രീതിയിൽ കവിഞ്ഞൊക്കെ അത് കാണിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഇത് കുഞ്ഞല്ലേ, കുറച്ച് കഴിഞ്ഞ് വലുതായി കഴിയുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം അങ്ങ് മാറിപ്പോകും എന്ന് കരുതി സമാധാനിച്ചിരിക്കരുത്. ടീനേജ് ഒക്കെ കഴിയുന്നതോട് കൂടിയിട്ട് ഉറപ്പായിട്ടും ഞാൻ പറയാം, ഇവനിൽ അക്രമ സ്വഭാവം വളർന്നു വരും എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല. സാറേ, ഇതിപ്പോ ആൺപിള്ളേരുടെ കാര്യമല്ല സാറേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ എങ്ങനെ ഞങ്ങളത് നേരിടും, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. നിങ്ങൾ ഉടനെ എടുത്തു പിടിച്ച് യെസ് എന്നോ നോ എന്നോ പറയണ്ട. കുറച്ചു നേരം സംയമനം പാലിക്കുക. ചിലപ്പോ അവൻ താനേ അങ്ങ് ഒഴിഞ്ഞു പൊക്കോളും. അതായത് ഇപ്പൊ ഒരാൾ വന്ന് ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പോൾ നമ്മൾ എടുത്തടിച്ച് പോലെ പറയരുത്. നിങ്ങൾ എടുത്തടിച്ച പോലെ സ്ത്രീകൾ ആദ്യം ചോദിക്കും, നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേടാ എന്നാണ് ചോദിക്കാറ്. അത് അവന് ഒരു ഇൻസൾട്ടിങ് ആയി പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇനിയിപ്പോ അതൊരു വശം. ഇനി മറിച്ച് നിങ്ങൾ ഇന്ന് ചിരിച്ചു കാണിക്കും അവന്ന് സംസാരിക്കുമ്പോൾ, പിന്നെ നാളെ അവൻ ഈ ചിരി പ്രതീക്ഷിക്കും, പിന്നെ മറ്റന്നാളും അവൻ ഈ ചിരി വേണം. അതൊരു ലഹരി പോലെയാണ്. ഇനി നിങ്ങൾ വേറെ ആരോടെങ്കിലും കൂടെ ചിരിച്ചു കാണിച്ചാൽ പോയി അവന്റെ സമനില തെറ്റിയിട്ട് പലതും പ്രവർത്തിക്കും. അപ്പൊ അതൊന്നും പാടില്ല. കുറച്ച് ആത്മസംയമനം പാലിക്കണം നിങ്ങൾ, കേട്ടോ. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും ഈ പറയുന്ന കക്ഷി നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് വെക്കുക. നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് രക്ഷിതാക്കളുടെ അടുത്ത് അവതരിപ്പിക്കുക, ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത്. കൂടാതെ പോലീസ് സ്റ്റേഷനിലും പരാതി പറയുക. പോലീസുകാര് ഇവനെ തേടി പിടിച്ചു കൊണ്ടുപോയി സൈക്കോ ട്രീറ്റ്മെന്റിന് വിധേയനാക്കും. ഈ സൈക്കോ ട്രീറ്റ്മെന്റിന് വിധേയനാക്കുന്നതിലൂടെ ഈ വ്യക്തി പ്രശ്നക്കാരനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി പ്രശ്നക്കാരനാണ് എങ്കിൽ അവന്റെ കാര്യം പോലീസുകാരെ നോക്കിക്കോളും, നിങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യും. ഇല്ല, ഒന്നുമില്ല സാർ, എത്ര. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതോടുകൂടി നമ്മുടെ ഈ ബോധവൽക്കരണ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ചായ ഉഴുന്നുവടയുണ്ട് അടുത്ത ബോധവൽക്കരണ ക്ലാസ്സിന്.